സോ ഗൈസ് എനിക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു ഫേസ് റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് കളിക്കാനായിട്ട് പോകുന്ന മൈൻക്രാഫ്റ്റ് ആണ് ഗൈസ്. അപ്പോൾ പിന്നെ വിചാരിച്ചിട്ടുണ്ടാവും കുറേ നാളായി നമ്മൾ മൈൻക്രാഫ്റ്റിന് വീഡിയോ കിട്ടിയിരുന്നത്. ഒന്നും പറയണ്ട ഗൈസ്, മൈൻക്രാഫ്റ്റ് കളിക്കും പറഞ്ഞുതരാം. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഒരു വീട്ടിൽ പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൂടെ പറയാം. ഓക്കെ, അങ്ങനെ നമുക്ക് നേരെ വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മുടെ ആദ്യത്തെ സിറ്റി പോയി ഗൈസ്. അത് നമ്മൾ വേറൊരു മൈൻക്രാഫ്റ്റ്, നമ്മുടെ പഴയ മൈൻക്രാഫ്റ്റിനായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പഴയ മൈൻക്രാഫ്റ്റിൽ അറിയാണ്ട് ശേഷം ഒന്ന് വെള്ളത്തിലോട്ട് ചാടി, പിന്നെ അറിയാലോ എല്ലാം പോയി ഗൈസ്. നമ്മുടെ മൈൻക്രാഫ്റ്റിന്റെ സിറ്റി കാണാണ്ടായി. പിന്നെ നമ്മൾ വേറൊരു മൈൻക്രാഫ്റ്റ് കിട്ടി. ആ മൈൻക്രാഫ്റ്റില് നമ്മളെ ഒരു വീട് പണിയാൻ വിചാരിച്ചു, 3 നില വീട്. അപ്പോൾ അത് നമ്മൾ അറിയാണ്ട് വെള്ളത്തിലോട്ട് ചാടി, അതും പോയി. അപ്പോൾ പിന്നെ പറയാനുള്ളത് മറ്റേ വീട് നമ്മൾ ഓരോരോ ഡോറേറ്റ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഒരു സ്പെഷ്യൽ പ്ലാൻ ആയിട്ടായിരുന്നു നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്ലാന് ഈ വീട് അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരു കോൺട്രാക്ടറായി. അപ്പോൾ നമ്മളിപ്പോ പണിയുന്നത് എന്താന്ന് വെച്ചാൽ കാണിച്ചൊരു കേസ് ഒരു വീടാണ് നമ്മൾ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ പ്ലാനും കാര്യങ്ങളും പോലത്തെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് സിറ്റി ഫുള്ളൊന്ന് ചുറ്റി കാണിച്ചു തരാം. പൊളിയാണ്. ഓക്കെ, ഇങ്ങനെ കേറി വരുമ്പോ ഗൈസ് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ. ഉണ്ടോ? ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ സിറ്റ് ഔട്ട് നമ്മൾ കയറിയിരുന്നു. ഇവിടെ ആയിട്ടാണ് നമ്മൾ TV നമ്മൾ വെക്കാനായിട്ട് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞുതരാം ഗൈസ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാ റൂമും ഞാൻ കാണിച്ചു തരാം. അവിടെ നമ്മളൊരു കിച്ചണാണ് ഇവിടെ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കിച്ചണാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കിച്ചൺ പൊളിച്ചു. നമുക്ക് അവിടെ അറിയണ്ട, നമ്മളൊരു ബ്ലോക്ക് പ്ലേസ് ചെയ്ത് പോയി. ഓക്കെ, കയറുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഫുൾ മതിൽ പറ്റണം. അവിടെ പുറത്ത് നമ്മുടെ കിച്ചൺ ഉള്ള വാതിലാണ്. ഇത് നമുക്കൊന്ന് എടുക്കാം. ഓക്കെ, നമ്മുടെ കിച്ചൺ ഇവിടൊക്കെ മൂടാനുണ്ട്. ഒരു കേസ് അടുത്ത് പറയണം. അപ്പൊ തന്നെ മഴയും വന്നു. കുറച്ച് സൗണ്ട് വോളിയം കൂട്ടാം, മഴയുടെ സൗണ്ട് കേൾക്കും. ഗൈസ് നമ്മുടെ ബാത്റൂമാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിലാണ് ക്രീപ്പർ എന്താ നിന്നെ അങ്ങ് തീർക്കാലോ. നമുക്ക് തീർക്കാം ഗൈസ്. നമ്മൾ പണ്ടത്തോടെ പരിപാടിയില്ല. ഇപ്പൊ ഡയറക്റ്റ്ലി ഒരു ക്രോസ് എടുത്തിട്ട് അങ്ങനെ കൊല്ലില്ല ആ പരിപാടി. 4 ഉണ്ടാണ് മിനിമം. 3 ഉണ്ടായി തീർന്ന ഗൈസ്. 3 ഉണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ, ഇടിയൊക്കെ വെട്ടുന്നുണ്ട് ഇതില്. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടാണ് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത്. ടോയ്ലറ്റ് ഇത്തിരി വിസ്താരം ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു വാഷ് ബേസ് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഏരിയ. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ടോ. ഇവിടെ ഒരു ബെഡ്റൂം. ഇവിടെ നമ്മളൊരു അലമാര ഇങ്ങനത്തെ ഒരു അലമാര ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അധികം ഡിസൈനും കാര്യങ്ങളും ഇല്ലാത്ത, ചെറിയൊരു ഡോറൊന്നും ഇല്ലാത്ത ടൈപ്പുള്ള ഒരു അലമാരയാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു ടോയ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വീതി കൂട്ടിയവരാണ് അവിടെയും ടോയ്ലറ്റ് ആണ് നമ്മൾ ആദ്യം മൂടാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ മൂടും ഫുള്ളായിട്ട്. ഇവിടെയൊക്കെ മൂടും. പിന്നെ പറയാനുള്ള എന്താ വെച്ചാൽ ഇവിടെ ഒരു ബെഡ്റൂം ഗൈസ്. ഇതായിട്ട് നമ്മളൊരു ബെഡ്റൂം പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് ഫുള്ള് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒറ്റ ഡോറായിട്ടല്ല, നമ്മുടെ പഴയ ഇതുപോലെ ഒറ്റ ഡോറായിട്ടല്ല നമ്മൾ ചെയ്തിട്ടുള്ള. ഒരു മെസ്സേജിന്റെ സൗണ്ടാണ് നമുക്ക് കേട്ടത്. ഓക്കെ, കണ്ടോ? ഈ ഡോറിൻ്റെ ഉള്ളിൽ കയറുന്നു. ഇവിടെ ആയിട്ട് നമുക്ക് ഒരു അലമാര ഫിക്സ് ചെയ്യണം. ഇവിടെ ആയിട്ട് പിന്നെ ഇവിടെ ആയിട്ട് വേറൊരു ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ്
വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫുൾ ഉൾഭാഗം എന്ന് പറയുന്നത്. കണ്ടോ എന്താന്ന് വെച്ചാൽ ഇതോ കൂടിയിട്ടുണ്ട്. ഇത് ഞാൻ ചെയ്തല്ല, മഴ നിന്നാ ഇംഗ്ലീഷ്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെ മഴ ഉണ്ടോന്ന് കമന്റ് ചെയ്യും. ഓക്കെ ഓക്കെ, നമ്മൾ അവിടെ ഫുൾ പൊളിച്ച്. അപ്പോൾ ഇവിടെ എൻ്റെ പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ നമ്മൾ പതിയെ പതിയെ ഇവിടെ ഒരു ഹോൾ ഇടുന്നു. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ വേറൊരു വീടിൻ്റെ ഒരു പ്ലാൻ എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ ചെയ്തു. ഓക്കെ, കണ്ടോ ഇവിടെയാണ് ഇവിടെ നമ്മൾ ഇങ്ങനെ വരുന്നു. ഈ കിച്ചൻ്റെ അവിടെ ആ ഒരു ഹോള് വരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാലോ വെച്ചിട്ട്. ഇത് ശരിക്കും അങ്ങനെ തന്നെയാണ് സംഭവം. ഓക്കെ ഓക്കെ, നമ്മൾ വഴിയെ ഒരു വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെ ഒരാളെ രാത്രിയായി. പിന്നെ ഇവിടെ ഒരു റൂം ഫുൾ വൈറ്റ് വീടാണ്, അത് റെഡ് ആയിരുന്നു. പിന്നെ നമ്മൾ വൈറ്റിലോട്ട് മാറ്റിയാണ്. അപ്പം എന്താ നമുക്ക് ഉറങ്ങാനുള്ള സമയമായി. രാവിലെ വെച്ചാൽ നമുക്ക് മഴ തന്നെ ആയിരിക്കും ഗൈസ്. 5 മിനിറ്റ് കൂടുതൽ നമ്മുടെ വീഡിയോ. ഓക്കെ, അങ്ങനെ എണീച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ മഴയൊന്നും പിന്നെ അവിടെ നമ്മൾ റൂം സെറ്റ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ നേരെ വെക്കുകയാണെങ്കിൽ കണ്ടോ ആ ബെഡ് നമുക്കൊന്ന് പൊട്ടിച്ചാണ് ഫസ്റ്റ്. ഇതിങ്ങനെ പൊങ്ങിയിട്ട് കാണിച്ചു തരാം. ഇത്രയാണ് നമ്മുടെ ഒരു സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉള്ളിൽ കയറിയൊക്കെ ചെറിയൊരു വീടായിരിക്കും. പക്ഷെ നമ്മളെ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഒരു വലിയ വീട് പോലെ ആയിരിക്കും. അതാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു പ്ലാൻ എന്താന്ന് വെച്ചാൽ ഈ വീടിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇറങ്ങട്ടോ ഗൈസ്. വീണ് ഗൈസ്. ഓക്കെ, ഇവിടെ ഞാനൊരു സംഭവം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് ബ്ലോക്സ് വെക്കുന്നു. ഇത് ഫുൾ വെള്ളത്തിലാണ് നമ്മൾ വീട് വെച്ചിട്ടുള്ളത് കേട്ടോ. അത് വേറൊരു കുഴപ്പം അതാണ്. എന്തായാലും ഇവിടെ കുറച്ച് ബ്ലോക്സ് ഇതുപോലത്തെ കുറച്ച് ബ്ലോക്സ് പ്ലേസ് ചെയ്യണം. ഇതൊന്നും മോഡല്ല ഗൈസ്. ഇതൊക്കെ ഞാൻ എന്നിട്ട് ഫുൾ ചെയ്തെടുത്താണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇത്ര സ്ഥലമായിരുന്നു നമുക്ക് വീട് ഉണ്ടാക്കാനായിട്ട്. ഇത്ര സ്ഥലം മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ഇവിടെ ഒക്കെ ഫുൾ പായലായിരുന്നു. അതൊക്കെ നമ്മൾ വെട്ടി മാറ്റി പിന്നെ ഇതുപോലത്തെ ഒരു കളറാക്കി. ഇതൊക്കെയാണ് കഥ ഗൈസ്. പ്ലീസ് നമ്മള് പഴയ സിറ്റി നമ്മള് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യ. നമ്മൾ എന്തായാലും നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഗൈസ് കുറെ ആൾക്കാർ പറഞ്ഞു ഇതുപോലത്തെ മൈൻക്രാഫ്റ്റ് കിട്ടും. അപ്പൊ ഗൈസ് അതിനിടെ നമ്മൾ അങ്ങനെ ഒരു TNT ഹൗസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ TNT ഹൗസ് എന്താ വെച്ചാൽ ഗൈസ് നമ്മൾ സീക്രട്ട് കമാൻഡർ ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ള. സീക്രട്ട് കമാൻഡർ എന്ന് പറഞ്ഞ ബ്ലോക്ക് നമുക്ക് ഒറിജിനൽ കിട്ടണമെങ്കിൽ അത് നമ്മൾ മൊബൈൽ കളിച്ചാൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വയർ വെച്ചിട്ട് ഒരു മെക്കാനിസം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മെക്കാനിസം നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കാണ് അടയാളത്തിയിട്ട് നമ്മൾ വെച്ചിട്ട്. അപ്പോൾ ഇത് മെക്കാനിക്സ് ഒക്കെ ഈസിയാണ്. ഇവിടെ നമ്മൾ ഒരു സ്റ്റിക്കി പിസ്റ്റൺ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കി പിസ്റ്റൺ നേരെ ഈ ഒരു ലിവർ വഴി ആക്ടിവേറ്റ് ആവും. ഈ ആക്ടിവേറ്റ് ആയിട്ട് ഇവിടെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുണ്ട്. ഈ റെഡ് സ്റ്റോൺ നേരെ പോയി ഇടിക്കുന്നത് നമ്മുടെ ഈ വേറൊരു TNTയിലാണ്. ഈ ഒരു TNT ഇവിടെ നേരെ പോയിട്ട് ഇവിടെ ആയിട്ട് എത്തുന്നു. ഇവിടെ ആയിട്ട് എത്തിയിട്ട് ഗൈസ് ഫുൾ പൊട്ടി തെറിക്കുന്നു. അപ്പൊ ഗൈസ് ആ ഒരു വിഷ്വലിന് വേണ്ടിയിട്ടായിരിക്കും ഗൈസ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കാത്തിക്കുന്നത്. അപ്പൊ ഗൈസ് ഇവരൊക്കെ ചത്തോട്ടെ, ഒന്നും നമുക്ക് സീനില്ല. അപ്പൊ എന്തായാലും ഇവന്മാരൊക്കെ ഇപ്പൊ പൊട്ടി തീർക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടയാളത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താ നമുക്ക് കവർ ചെയ്യാം. നമ്മളങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണ്ട, പൊട്ടിക്കുന്നില്ല ഗൈസ്. എന്താ അറിയോ ഗൈസ്, നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ? അതിന് മുമ്പായിട്ട് എന്നിട്ട് നമുക്ക് പൊട്ടിക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ നമ്മളിതാ
എല്ലാം TNT ആണ്, ടൈൽസ് വരെ TNT ആണ്, മേലൊക്കെ TNT ആണ്. പക്ഷേ സ്ലേറ്റ് മാത്രം TNT ആണ്. ലേറ്റ് എന്നോട് ചോദിക്കരുത്, ലേറ്റ് TNT അല്ല. പിന്നെ ഗൈസ് ഇവിടെ നമ്മളിതാ ബെഡിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ വെച്ചിട്ടുള്ള എന്താന്ന് വെച്ചാൽ കുറച്ച് TNT വെച്ച്, എൻ്റെ താഴെ കുറച്ച് TNT വെച്ച്, എന്നിട്ട് ഇവിടെ ആയിട്ട് കുറച്ച് ബെഡ്സും വെച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും ഉറങ്ങാം ഗൈസ്. ഒരു ദിവസം ഉറങ്ങിയിട്ട് നാളെ രാവിലെ എന്തായാലും ഗൈസ് നമ്മൾ പൊട്ടിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എണീക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ എണീച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു വീടിനോട് വിട പറയാം ഗൈസ്. ബൈ ബൈ TNT ഹൗസ്. പൊട്ടിക്കാൻ ഗൈസ്, നമ്മൾ പൊട്ടിക്കാനായിട്ട് പോവാണേ. അപ്പോൾ അതിനും പോയിട്ട് ഇതാ ഇവിടെ നമ്മളിതാ ഒരു വെച്ചിട്ടുണ്ട്, ഒരു ലിവർ വെച്ചിട്ടുണ്ട്. അഥവാ അതെങ്ങാനും ആക്ടിവേറ്റ് ആയിട്ട് പൊട്ടിയിട്ടില്ലെങ്കിൽ പണിയാവും, അതുകൊണ്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പൊട്ടിക്കാം, പൊട്ടിക്കാതെ പൊട്ടിച്ചു, പൊട്ടിച്ചില്ല. ഓക്കെ ആ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇതൊക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ പെർഫെക്റ്റ് ആയി ഗൈസ്, പെർഫെക്റ്റ്. ഓക്കെ ഗൈസ്, ഇത് നമ്മൾ TNT വെച്ചുള്ള എല്ലാം ഭാഗമായിരുന്നു. ഇതിന്റെ കോലം നോക്ക് ഗൈസ്, എല്ലാം ഇനിയും പൊട്ടി തീർന്നിട്ടില്ല. നമ്മൾ വീടിന്റെ കുറച്ച് സൈഡിലായിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് കേട്ടോ, കുറച്ച് സൈഡിലായിട്ട്. അതുകൊണ്ട് വീടൊന്നും പൊട്ടി തെറിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. റെഡ് സ്റ്റോൺ വെച്ചിട്ട് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗൈസ് ഇതോടെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.